അരിഷ്ടനും മനസ്സ് തകർന്നവനും വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ദൈവം കടാക്ഷിക്കുന്നു. വേദാപുസ്തകത്തിൽ ഇങ്ങനെയുള്ളവരെ കടാക്ഷിച്ച അനേകം സംഭവങ്ങൾ ഉണ്ട്. അബിമേലേക്ക് എന്ന രാജാവ് ഇസ്ഹാക്കിനെ നോക്കി യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്ന് പറഞ്ഞു. ഇസ്ഹാക്ക് തന്റെ പിതാവായ അബ്രഹാം കുഴിപ്പിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ പിന്നെയും കുഴിപ്പിച്ചു. കിണറിലെ ചപ്പും ചവറും ഇസ്ഹാക്ക് എടുത്തു കളഞ്ഞു. കിണറുകളെ ശുദ്ധീകരിച്ചു. നമ്മിൽ ഉള്ള മാലിന്യങ്ങളെ നാം വലിച്ചെറിഞ്ഞ് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം. അബ്രഹാമിന്റെ വിശ്വാസം പിൻപറ്റിയ ഇസ്ഹാക്കിനെ യഹോവ കടാക്ഷിച്ചു പറഞ്ഞു, എന്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും. ഉൽപ്പത്തി 26:24. ജീവിതത്തിൽ പല കാര്യങ്ങളും ദൈവീയ അനുഗ്രഹങ്ങൾക്ക് തടസ്സമാകുന്നു. അബ്രഹാം ഇസ്ഹാക്കിനു വേണ്ടി സ്വന്തം കുലത്തിൽ നിന്നും സ്ത്രീയെ എടുക്കുന്നതിനായി ഭൃത്യനായ എലിയേസറിനെ അയക്കുന്നു. തനിക്കും ഒട്ടകത്തിനും വെള്ളം സമൃദ്ധിയായി തന്ന റെബേക്കയാണ് ഇസ്ഹാക്കിന് ഭാര്യയാകേണ്ടവൾ എന്ന് എലിയേസർ യഹോവയോട് പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുന്നു. എലിയേസർ അവളോടൊപ്പം അവളുടെ ഭവനത്തിലേക്ക് പോകുന്നു. അവൻ അകത്ത് കയറാതെ പുറത്തു നിൽക്കുമ്പോൾ ലാബാൻ വന്ന് ഇങ്ങനെ പറഞ്ഞു, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക. എന്തിന് പുറത്തു നിൽക്കുന്നു? വീടും ഒട്ടകങ്ങൾക്ക് സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉൽപ്പത്തി 24:31. ജീവിതത്തിൽ പലപ്പോഴും അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോകുന്നത് നാം പുറത്തു നിൽക്കുന്നത് കൊണ്ടാണ്. ദൈവം നമ്മെ കരുതുവാൻ എപ്പോഴും തയ്യാറാണ്. നമ്മിലെ പാപങ്ങൾ നമ്മെ ദൈവസന്നിധിയിൽ നിന്നും അകറ്റുന്നു. കഠിനമായ പല പാപക്കല്ലുകൾ കൊണ്ട് ഹൃദയം മൂടി വച്ചിരിക്കുന്നത് അനുഗ്രഹത്തിന് തടസ്സങ്ങളാണ്. യേശു ലാസറിന്റെ കല്ലറ നോക്കി പറഞ്ഞു, കല്ല് ഉരുട്ടി മാറ്റുക. നമ്മിലുള്ള അവിശ്വാസത്തിന്റെയും പാപത്തിന്റെയും കല്ലുകൾ നീക്കം ചെയ്താൽ ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് ദർശിക്കുവാൻ കഴിയും. അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന മറ്റൊരു കാരണം നാം പരിപൂർണമായി ദൈവത്തിൽ സമർപ്പിക്കുന്നില്ല എന്നതാണ്. യാബോക്ക് എന്ന കടവിൽ സ്വന്തക്കാരെയും തനിക്കുള്ളതിനെയെല്ലാം അക്കരെ കടത്തി ഏകാന്തമായി ഇരിക്കുമ്പോൾ യാക്കോബ് തന്നിലേക്ക് നോക്കി ദൂതനുമായി മല്ലയുദ്ധം ചെയ്തു. തന്നെ പരിപൂർണമായി ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ദൈവാനുഗ്രഹം അവന് ലഭിച്ചു. അവന്റെ പേർ തന്നെ ഇസ്രായേൽ എന്ന് യഹോവ മാറ്റി. നാം ആശ്രയം വെച്ചിരിക്കുന്ന ജഡീക മോഹങ്ങളിൽ നിന്നും വേറിട്ട് പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ഒഴുകി വരും. നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. സദൃശവാക്യങ്ങൾ 16:3. ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കാതെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന പാപക്കല്ലുകളെ നമുക്ക് നീക്കം ചെയ്യാം. പരിപൂർണമായി ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. അപ്പോൾ ഏത് പ്രതിസന്ധികളിലും ദൈവം നമ്മെ കടാക്ഷിക്കും. ആ വാഗ്ദത്തം ദൈവം പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. യെശയ്യാവ് 66:2. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.
ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.